ക്രിമിനോളജിയിലെ ഒരു ടോപ്പിക്കായിട്ടുള്ള പ്രിസൺ റിഫോംസ് ഇൻ ഇന്ത്യയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയിൽ ഏൻഷ്യൻ്റ് ടൈം മുതൽ തന്നെ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രിസൺ സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. ബൃഹസ്പതിയിൽ ഈ കൺവിക്സിന് ഇംപ്രിസൺമെൻറ്റ് കൊടുക്കുക എന്നുള്ളതിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അർത്ഥശാസ്ത്രയിൽ കൗഡല്യ അവിടെ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, കിങ്സ് അവരുടെ പ്രിസണേഴ്സിനെ ഉള്ള കാലത്തിലെ പ്രിസണേഴ്സിനെയൊക്കെ ലോഡ്ജ് ചെയ്തിരിക്കുന്നത് കോട്ടകളിലായിരുന്നു. അപ്പോൾ ഈ പണിഷ്മെൻറ്റിൻ്റെ എയിം ഹിന്ദു ആൻഡ് മുഗൾ പീരീഡിൽ എന്തായിരുന്നെന്ന് ചോദിച്ചാൽ ഒരു ഒഫൻഡർ ആ ക്രൈം റിപ്പീറ്റ് ചെയ്യുന്നതിൽ നിന്നും അവരെ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിറ്റർ ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്ത് പണിഷ്മെൻറ്റിൻ്റെ എയിം. പ്രിസണേഴ്സിന് അവർക്ക് സ്ട്രിക്റ്റ് സർവെയിലൻസും കൺട്രോളും അവരുടെ മുകളിലുണ്ടായിരുന്നു. പ്രിസണേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, പ്രിസൺസ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള പ്രിസൺസിന് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള പ്രിസൺ അതോറിറ്റീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ ടെറർ ആൻഡ് ടോർച്ചർ രീതിയിലായിരുന്നു അവിടെ പ്ലേസ് ചെയ്തിരുന്നത്. കാരണം എന്താണ്, ഇതിൽ നിന്ന് ഒരു പാഠം പഠിച്ചിട്ട് ഇനി ഒരിക്കലും ഒരു കുറ്റം ചെയ്യരുത്, അല്ലെങ്കിൽ മറ്റുള്ളവർ പേടിക്കണം പ്രിസണിൽ വരാൻ വേണ്ടി. അപ്പോൾ എന്ത് ചെയ്യത്തില്ല, കുറ്റം ചെയ്യത്തില്ല. അതായിരുന്നു ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. 17th സെഞ്ച്വറിയിൽ ബ്രിട്ടീഷേഴ്സ് നമ്മളുടെ രാജ്യത്ത് വന്നിട്ട് ബ്രിട്ടീഷേഴ്സ് രാജ്യം കീഴടക്കുകയും അതുപോലെ തന്നെ അവർ വരുന്ന സമയത്ത് ജയിലിലെ കണ്ടീഷനൊക്കെ വളരെ മോശമായിരുന്നു. പക്ഷേ ബ്രിട്ടീഷേഴ്സ് കരുതിയിരുന്നത് ഈ ജയിലിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പൈസ ചിലവാക്കുന്നത് വളരെ അൺപ്രൊഡക്റ്റീവാണ്. അതിനുശേഷം ഈ പ്രിസൺ റിഫോമിന് വേണ്ടി ഒരു അറ്റംപ്റ്റ് ആദ്യമായിട്ട് നടത്തുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു എഫേർട്ട് എടുക്കുന്നത് ലോർഡ് മക്വാളയാണ്. അങ്ങനെ അവിടെ ഒരു പ്രിസൺ എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കുകയും അങ്ങനെ 1836 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ആ പ്രിസൺ എൻക്വയറി കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. കമ്മിറ്റി സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് പ്രകാരം അവിടെ ഈ പ്രിസണേഴ്സിനെ എംപ്ലോയ്മെൻറ്റ് നൽകുന്നതിൽ നിന്ന് അബോളിഷൻ, അതുപോലെ ഈ പബ്ലിക് വർക്കും മറ്റുള്ള ഈ റോഡ് വർക്കിലുമൊക്കെ ഈ പ്രിസണേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നതിൽ നിന്ന് ഒരു അബോളിഷനാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ അവിടെ നെസസറി സ്റ്റെപ്പുകൾ എന്തിനു വേണ്ടി, പ്രിസൺ സ്റ്റാഫുകൾ ഈ കറപ്ഷൻ വാങ്ങിക്കുന്നതിൽ നിന്നുള്ള നെസസറി സ്റ്റെപ്പ്, അതുപോലെ തന്നെ ഈ പ്രിസൺസിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് അവരുടെ ഡിസിപ്ലിൻ ഇംപ്രൂവ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള റെക്കമെൻഡേഷനൊക്കെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു. 1885 ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസണിനെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് പ്രിസൺ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. എന്തിനു വേണ്ടി, പ്രിസൺസിലെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി. 1857 സെൻട്രൽ പ്രിസണിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. 1864 സെക്കൻഡ് ജയിൽ കമ്മിറ്റി കൊണ്ടുവന്നു. അവിടെ മിനിമം സ്പേസ്, സെല്ലുകളിൽ മിനിമം സ്പേസ് കൊണ്ടുവരിക, ബെറ്റർ ഫുഡ്, ക്ലോത്തിങ്, മെഡിക്കൽ ചെക്കപ്പ്, ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് പറഞ്ഞിരുന്നത്. അതുപോലെ 1866 സർജൻസിനെ അപ്പോയിൻറ്റ് ചെയ്തു. ഇന്ത്യൻ പ്രിസൺസിലെ അൺഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷനിൽ അവർ കുറേ കൺസേൺഡ് ആയിരുന്നു. അതിനുശേഷം തേർഡ് ജയിൽ കമ്മിറ്റി 1877 സെറ്റപ്പ് ചെയ്തു, വിച്ച് ഡിസ്കസ്ഡ് ദ ക്വസ്റ്റ്യൻ ഓഫ് എംപ്ലോയിങ് പ്രിസണേഴ്സ്. ഇവിടെ എന്താണ്, പ്രിസണേഴ്സിന് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക, വുമൺ പ്രിസണേഴ്സിന് ബെറ്റർ അറേഞ്ച്മെൻറ്റ് കൊടുക്കുക, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമായിരുന്നു ഇവിടെ ഡിസ്കസ് ചെയ്തത്. 1894 പ്രിസൺസ് ആക്ട് പാസ് ചെയ്തു. ഇന്ത്യയിലെ പ്രിസൺസിൻ്റെ വർക്കിങ്ങിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരുന്നു പ്രിസൺസ് ആക്ട് 1894 പാസ്സാക്കുന്നത്. 1907 മുതൽ ഈ യങ് ഒഫൻഡേഴ്സിൻ്റെ കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള എഫേർട്ടുകൾ എടുത്തു തുടങ്ങി. ഇന്ത്യൻ ജയിൽ റിഫോം കമ്മിറ്റി 1919 മുതൽ 1920 വരെ ഫോറിൻ ജയിലുകൾ സന്ദർശിച്ചതിന് ശേഷം അവിടുത്തെ റിഫോർമേറ്റീവ് അപ്രോച്ചുകൾ എന്തൊക്കെ നമ്മുടെ ഇവിടെ കൊണ്ടുവരണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയും കുറച്ച് റെക്കമെൻഡേഷൻസ് പറയുകയും ചെയ്തു. ആ റെക്കമെൻഡേഷൻ്റെ അകത്ത് പറയുന്നത് എന്തൊക്കെയായിരുന്നു, സെൻട്രൽ ജയിലിൻ്റെ
മാക്സിമം കപ്പാസിറ്റി 1000 ആക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള പീനോളജിയുമായിട്ട് വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ളവരെ സൂപ്രണ്ടൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക. ഇനി ഇൻഡിവിജ്വൽ കൺഫൈൻമെൻറ്റ്, അബോളിഷൻ ഓഫ് സോളിറ്ററി കൺഫൈൻമെൻറ്റ്, ഇതൊക്കെയായിരുന്നു മെയിനായിട്ടും കൊണ്ടുവന്നിരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജയിലിനെ സ്റ്റേറ്റ് ലിസ്റ്റിലോട്ട്, നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് 3 ലിസ്റ്റ് പറയുന്നുണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം ജയിലിനെ എന്തിലേക്ക് ആഡ് ചെയ്തു? സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു. യൂണിയൻ ഗവൺമെൻറ്റിന് ജയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാറ്ററിൽ ഒരു അവകാശവുമില്ല. എന്നിരുന്നാലും 1980 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൾ ഇന്ത്യ ജയിൽ റിഫോം കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്തു. അവിടെ എന്താണ്, ഇന്ത്യയിലെ ജയിലിൻ്റെ മോഡേണൈസേഷന് വേണ്ടി ഒരു നാഷണൽ പ്രിസൺ കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു. ഇവിടെ ബെറ്റർ പ്രിസൺ റിഫോംസിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന കുറച്ച് സജഷൻസ് ആണ്. ദർ ഷാൽ ബി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രിസൺസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രിസൺ കൊണ്ടുവരണം. അതുപോലെ ആൻഡ് കറക്ഷണൽ സർവീസ് ഇൻ ഈച്ച് സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റിലും കറക്ഷണൽ സർവീസുകളും കൊണ്ടുവരണം. അതുപോലെ അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് ഷാൽ നോട്ട് ബി ഡീറ്റെയിൻഡ് അൺനെസസറിലി, ആവശ്യമില്ലാതെ അണ്ടർ ട്രയൽ പ്രിസണേഴ്സിനെ ഡീറ്റെയിൻ ചെയ്യാൻ വേണ്ടി പാടില്ല. അവരെ സെപ്പറേറ്റ് വേണം ഡീറ്റെയിൻ ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ പ്രിസൺസിലുള്ള ലിവിങ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യണം. ആഡിക്വേറ്റ് റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ USA പോലെ എവരി ഐഡിയൽ പ്രിസൺ ഷുഡ് ഹാവ് എ ഹോസ്പിറ്റൽ, എല്ലാ ഐഡിയൽ പ്രിസൺസിലും ഒരു ഹോസ്പിറ്റലും സൈക്കോളജിക്കൽ ക്ലിനിക്കും സെറ്റപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സുവോ മോട്ടോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതി എന്തോ ചെയ്തു, ഡയറക്റ്റഡ് ദ സ്റ്റേറ്റിന് ഡയറക്ഷൻ കൊടുത്തു. എന്തിനു വേണ്ടി? ടു സെറ്റപ്പ് എ മെൻ്റൽ ഹെൽത്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇൻ അറ്റ്ലീസ്റ്റ് 1 prison ഫോർ ദെയർ വെൽബീങ്. പിന്നെ പ്രിസൺസിൻ്റെ വെൽബീങ്ങിന് വേണ്ടി അറ്റ്ലീസ്റ്റ് 1 മെൻ്റൽ ഹെൽത്ത് ഇത് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, ഒരു മെൻ്റൽ ഹെൽത്ത് ആക്ടിലെ സെക്ഷൻ 103 ക്ലോസ് 6 പ്രകാരം എന്താണ്, ഒരു മെൻ്റൽ ഹെൽത്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തുക എന്ന് കേരള ഹൈക്കോർട്ട് ആരോട് പറഞ്ഞു? ഗവൺമെൻറ്റിനോട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ പ്രിസൺ റിഫോമുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തത് ഓപ്പൺ പ്രിസണിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടുത്ത വീഡിയോയിൽ അപ്പോൾ കാണാം.